ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ആസ് യൂഷ്വൽ 4:30ക്ക് എണീറ്റു. അപ്പൊ ഇന്ന് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. പാർക്കുട്ടിയുടെ സ്കൂളിൽ പോകണം, അമ്മേനെ ഡോക്ടറെ കാണിക്കണം, പിന്നെ എന്റെ ഷോർട്സ് കണ്ടിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ ഇന്ന് പറയാനുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ഹെയർ പാക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ. അപ്പൊ ഞാൻ ദേ എണീറ്റിട്ട് തീ പിടിപ്പിക്കാം കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് ഓലപ്പൊടിയും വിറകും ഒക്കെ മേടിച്ചിട്ട് കുറെ വാങ്ങിച്ചൊക്കെ തീർന്നു. അപ്പോ പിന്നെ കൊതുമ്പ് കാര്യങ്ങളൊക്കെ മേടിച്ചു. കാരണം മഴക്കാലം വരുന്നേ. അപ്പൊ അത് തീ പിടിപ്പിക്കാൻ നമ്മുടെ റൈസ് ഉണ്ടല്ലോ, ബ്രൗൺ റൈസ്, അത് നല്ല വേവുള്ളത്, അതായത് കുറെ നേരം വേവണം, നല്ല മയം, കുറച്ചെങ്കിലും മയം കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര റഫായിരിക്കും. പിള്ളേരൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്താണ്, ഗ്യാസ് മുതലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അടുപ്പത്താണ് നമ്മൾ ചോറ് വെക്കാറ്, ബ്രൗൺ റൈസ്. പിന്നെ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ട് ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മിന് പോകുമ്പോൾ ഊറ്റി വെക്കാറില്ല, ജസ്റ്റ് വന്നിട്ടാണ് ഊറ്റി വെക്കുക. തീയൊക്കെ മാറ്റി വെച്ചിട്ട് പോവും, നന്നായി വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ ദേ അടുപ്പൊക്കെ തീ പിടിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരു വയലറ്റ് ക്യാബേജും കൂടി ഉണ്ട്. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ, നിങ്ങൾക്ക് അറിയണമല്ലോ, ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കും, അതായത് മധുരം ഇടാണ്ട്. ചിലപ്പോൾ ഞാൻ എന്താ പറയാ, ജീരകവെള്ളം, ചിലപ്പോൾ ഞാനൊരു ഡ്രിങ്ക് റെഡി ആക്കാറുണ്ട്, മല്ലിയൊക്കെ ഇട്ടിട്ട്, നമ്മുടെ കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ട്. അപ്പൊ അത് അങ്ങനെ സ്ഥിരമായിട്ടല്ല. പിന്നെ നമ്മുടെ ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 3-4 ദിവസം നമ്മുടെ ABC ഡ്രിങ്ക് നിലാസത്തിന് അത് കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുടിക്കൂട്ടോ രാവിലെ. അങ്ങനെ അത് ദേ ജസ്റ്റ് ഒന്ന് ഉഷാറാവും. നമ്മുടെ വയറിന് സുഖം കിട്ടും. ഒക്കെ നല്ലതാട്ടോ. അപ്പൊ ചെറു ചൂടോടെ കഴിക്കുമ്പോ. അപ്പൊ ഞാൻ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് അത് കുടിക്കാട്ടോ. അപ്പൊ അധികം നേരം ഇരിക്കാൻ പറ്റില്ല, കാരണം പണികളൊക്കെ തീർത്ത് നമുക്ക് പോണ്ടേ. എവിടേക്കാ, ജിമ്മിന്. ഇന്നാള് ഞാൻ വീഡിയോ ഇട്ടപ്പോ എന്താ പറഞ്ഞ ആളുകൾ, ഇപ്പൊ ജിമ്മ് വരെയായി. എന്താ പറയാ, നാച്ചുറൽ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ജിമ്മ് നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിന്. ഞാൻ ഇന്നാളും പറഞ്ഞിട്ട് അത് നമ്മുടെ വ്ളോഗില്. അപ്പൊ ദേ നമ്മുടെ നിലാസെറക്സിന്റെ ബ്രൗൺ റൈസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ വെച്ചിട്ടുണ്ട്, വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഫുള്ള് തവിടോട് കൂടിയിട്ടുള്ള അരിയാ. ഇങ്ങനെ നന്നായി വെന്തില്ലെങ്കിൽ ഇങ്ങനെ റഫായിട്ടിരിക്കും. അതിന് കുറച്ചൊരു പരിപരിപ്പുള്ള അരി കേട്ടോ, പരിക്കം മാതിരിയുള്ളത്. കാരണം തവിടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലതാണ്, ഫൈബർ റിച്ച് ആണ്. അപ്പൊ ദേ നമ്മുടെ അരി വെള്ളം ഒന്ന് ചൂടായപ്പോ കാഞ്ഞപ്പോ നമ്മൾ അരി ദേ കഴുകിയോണ്ട് ഇട്ടു. ഇന്ന് നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാല് ദോശ മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ദോശ ഉണ്ടാക്കണ്ട, കാരണം നമ്മൾ ഇത്രയും നേരത്തെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്കും പാറുവിനും മതി. പിന്നെ അമ്മ ഇവിടെ ഇല്ല കേട്ടോ, അമ്മ നമ്മുടെ കസിന്റെ വീട്ടിൽ നിൽക്കാൻ പോയേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് ഇവിടെ ഇല്ല. പാറുവിനെ കൊണ്ടുപോയില്ല കേട്ടോ. പാറു ഇവിടെ നിന്നു, പാറു പോയില്ല. അപ്പൊ അമ്മ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ പിന്നെ അമ്മയ്ക്കും പാറുവിനും കൂടിയുള്ള ദോശ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ വെക്കാം, പിന്നെ ക്യാബേജ് തോരനും വെക്കാം, ദോശ വന്നിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, നമ്മുടെ അടുക്കള പണികൾ. അങ്ങനെ ദേ നമ്മുടെ ക്യാബേജ് എങ്ങനെയാണെന്നറിയോ ഞാൻ ചെയ്യണത്. ക്യാബേജ് ഓൾറെഡി മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകും, അതിന് ഓരോ ഇലകൾ, ആവശ്യത്തിന് ഇലകൾ എടുത്തിട്ട്, എന്നിട്ട് നമ്മുടെ ഈ ഇങ്ങനെ ഇങ്ങനെ ആക്കണ ചോപ്പറിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യണം, വലിച്ചിട്ട് അതിലിങ്ങനെ ചെറിയ പീസാക്കി ഇട്ടിട്ട് നന്നായിട്ട് വലിച്ചു കൊടുത്താല് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഇതിൽ തന്നെ നമുക്ക് സവാളയും പച്ചമുളകൊക്കെ ഇട്ട് വലിക്കാട്ടോ. പിന്നെ ഞാൻ പാറുവിന് കൊടുക്കണ കാരണം ഞാൻ എന്താ പറയാ, സവാളയും പച്ചമുളകൊക്കെ ഇങ്ങനെ കത്തി കൊണ്ട് അരിഞ്ഞിടാം, കാരണം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുമല്ലോ. ഇതിലിട്ടിട്ട് ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആറുമില്ലാത്തപ്പോ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. തേങ്ങയും സവാളയും അതുപോലെ തന്നെ അതിൽ വേണ്ട ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട്, വേപ്പില മാത്രം ഇടില്ല കേട്ടോ, ബാക്കിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇപ്പോൾ നമ്മുടെ ക്യാബേജ് മാത്രം, നല്ല കളറില്ലേ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ദേ നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ഉള്ളി, ചെറിയ ഉള്ളി ഇടാറുണ്ട് സാമ്പാറിൽ, പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക ഉണ്ട് വഴറ്റാനായിട്ട്. അങ്ങനെ പിന്നെ കുക്കറിൽ എവിടെ നിന്ന് വിസിലടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ചില പണികൾ അതിന്റെ ഇടയ്ക്കൂടെ ഞാൻ നമ്മുടെ പ്രതിലിപി FM കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കുക്ക് FM വിട്ടു, പ്രതിലിപിയായി. നല്ല രസമുണ്ട് കേട്ടോ കഥ കേൾക്കാൻ. എനിക്ക് വായിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, ഇടയ്ക്ക് വായിക്കും, പക്ഷെ എനിക്ക് നേരം കിട്ടാറില്ലാണ് സത്യം. പിന്നെ ദേ നമ്മുടെ ദോശമാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഊറ്റാറില്ല. ഞാൻ തീയൊക്കെ നന്നായിട്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് പോവും. അപ്പൊ അവിടെ ഇരുന്ന് ജിമ്മിന് പോയി വരുമ്പോൾ നല്ല രീതിക്ക് തന്നെ അത് വെന്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെറ്റ് ആവും. പിന്നെ നമ്മുടെ സാമ്പാർ ഇങ്ങനെ ദേ ആവി പറക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഉപ്പേരി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പിന്നെ അടുക്കളയിൽ കയറണ്ടല്ലോ, പണികളൊക്കെ തീർത്താൽ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പത്തേക്കും നമ്മൾ ജിമ്മിന് പോകാനായിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആയി വന്ന് അതെ മുടിയൊക്കെ കെട്ടി നമ്മൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട്, ഇന്നിപ്പില്ല കേട്ടോ മഴ, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങാട്ടോ. അപ്പൊ ഞാൻ കീ എടുത്തിട്ട് കൈ പിടിച്ചു, ഓർമ്മയില്ലുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചവിടെ കൊടുന്നേക്കാൻ വന്നതാട്ടോ. അപ്പൊ ഞാൻ പോണ നാട്ടുവഴി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കൊന്നല്ല കേട്ടോ, എന്റെ ബാക്കിൽ ഫ്രണ്ടിലൊക്കെ ആൾക്കാരുണ്ടാവും. നമ്മുടെ പള്ളീന്റെ അവിടെ, മുസ്ലിം പള്ളി. അപ്പൊ അവിടേക്ക് പോകുന്നവരും നിസ്കരിക്കാൻ പോകുന്നവരൊക്കെ കുറെ പേരുണ്ടാവും. രസല്ലേ വഴി കാണാനായിട്ട്, നാട്ടുവഴിയാട്ടോ. അങ്ങനെ ആക്ച്വലി ഇതൊരു തോടാട്ടോ, അതിൽ ഫുള്ള് വെള്ളാവും നല്ല മഴക്കാലം വരുമ്പോ. അങ്ങനെ ഞാൻ അങ്ങനെ പോയി പോയി പിന്നെ നമ്മുടെ ജിമ്മത്ത് അറിയപ്പെട്ട അമ്പിളിയമ്മാവനെ കണ്ടു ഹൈവേയിലേക്ക് എത്തിയപ്പോ. അപ്പൊ അമ്പിളിയമ്മാവൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ നോക്കി പാട്ടും പാടിയിട്ട് അങ്ങനെ പോയി. ഇതേ നമ്മള് ജിമ്മിലെത്തി. ജിമ്മിൽ രാവിലെ ഇപ്പൊ കുറച്ച് പേരൊക്കെ പുതിയത് വന്നിട്ടുണ്ട്.
ചേർന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രാവിലെ കുറച്ച് പേരുണ്ട്. അപ്പൊ എല്ലാവരും അവരായിട്ടുള്ള വാമപ്പുകളൊക്കെ ചെയ്യാം. ഞാനിപ്പോ എന്താ പറയാ, എന്റെ ബോഡി കണ്ടില്ലേ, നല്ല രീതിക്ക് തന്നെ സെറ്റായി, നല്ല ഷേപ്പായി. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ജിമ്മിൽ. അതൊരു ഹരമായി മാറി ജിമ്മിൽ വരുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും നിർത്താൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ, വയ്യായോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ വല്ല വയ്യായ്മ നമുക്ക് നിർത്തേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വാമപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയാ, ഞാൻ കുറച്ച് വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാന് കുറച്ച് വർക്കൗട്ടുകൾ എന്റെ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതായത് അങ്ങനെ എന്താ പറയാ, വാമപ്പ് കഴിഞ്ഞിട്ട്, അതായത് നമുക്കൊരു ദിവസം ഓരോ വർക്കൗട്ട് ഉണ്ടല്ലോ, അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് എന്റേതായിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളുണ്ട്. പിന്നെ വന്നിട്ട് പ്ലാങ്കും അതുപോലെ തന്നെ എന്താ പറയാ, പുഷപ്സും ഞാൻ എന്നും ചെയ്യും. അതുപോലെ തന്നെ സ്കിപ്പിങ്ങും എന്നും ചെയ്യും ട്ടോ. 100 അല്ലെങ്കിൽ 50 100 അത് ഞാൻ ചെയ്യാറുണ്ട് ട്ടോ. അപ്പോ ഈ പ്ലാങ്ക് എനിക്ക് ഓക്കെയാണ്, ഞാൻ സെറ്റായിട്ട് നിൽക്കും. പക്ഷെ എനിക്ക് പുഷപ്സ് എനിക്ക് പറ്റണില്ല കേട്ടോ. അത് ഞാൻ എത്ര മാസമായെന്നറിയോ, ഒരു പുഷപ്സ് എങ്കിലും കറക്റ്റ് എടുക്കാൻ വേണ്ടി എന്നും ട്രൈ ചെയ്യും. ചില സമയം എനിക്ക് കരച്ചിൽ, കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരാറുണ്ട്. ദൈവമേ എനിക്ക് എന്താ പറ്റാത്തതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ എന്റെ വർക്കൗട്ടുകൾ ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോ ഞാൻ 2.5 എടുത്തിരുന്നേ, ഇപ്പൊ ഞാൻ 5ലേക്ക് കടന്നു വർക്കൗട്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അതില്. കാരണം നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സ് അല്ല അതൊക്കെ. നമ്മുടെ എന്താ പറയാ, അതായത് നമുക്ക് കുറച്ചും കൂടി നമ്മളിങ്ങനെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മള് 2.5ന്ന് 5ലേക്കായി. അങ്ങനെ പതുക്കെ പതുക്കെ കൂടുന്നു വിചാരിക്കുന്നു. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഷോൾഡർ ഉണ്ട് കേട്ടോ, ട്രൈസെപ്സും ഷോൾഡറിന്റെ വർക്കൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ. ജിമ്മിലേക്ക് വന്ന പിന്നെ ഭയങ്കര ഒരു മാനസികമായിട്ടും ഫിസിക്കലി മെന്റലി ഒക്കെ ഭയങ്കര ഒരു റിലാക്സും ഹാപ്പി. പിന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം കിട്ടുകയാണ് അവിടെ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര നല്ല സന്തോഷമുള്ള കാര്യം. പരമാവധി എല്ലാവരും പോയി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോകാൻ മടിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ. അങ്ങനെ ഇന്നത്തെ ഒരു നല്ലൊരു സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പത്തേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. വീട്ടിൽ ചെല്ലുമ്പോ തന്നെ പാറുക്കുട്ടി എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഊട്ടി വന്നിട്ട് എന്റെ സൗണ്ട് കേട്ടോ, ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേക്കും. അങ്ങനെ പാറുക്കുട്ടീനെ ഇനി ബ്രഷ് ചെയ്യിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം. അതൊക്കെയാണ്. അപ്പൊ നമ്മളിതേ ദോശ പരിപാടി നോക്കാം. പാറുവിനെ അമ്മച്ചി പാറുവിനെ കാണണ്ട. അപ്പൊ നമുക്ക് നെയ്യെടുക്കാം, ദോശമാവ് എടുക്കാം, ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കിയിട്ട് പാറുവിന് എന്ത് ദോശ ഇഷ്ടം? ഇങ്ങോട്ട് നീങ്ങിട്ട് ഇങ്ങോട്ട് ഇവിടെ നിൽക്കുക, അപ്പൊ കാണും. അതാ കണ്ട, പാറുവിന് ഏത് ദോശ ഇഷ്ടം? കർമൂറ് ദോശ. പാറുവിന് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചധികം നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കുറുക്കുറുന്ന് കഴിക്കാൻ ഇഷ്ടം. സാമ്പാർ കൂട്ടിയിട്ടാണോ സാമ്പാർ വേണ്ടാണ്ടാണോ? സാമ്പാർ ഇഷ്ടല്ല, എരിവുള്ള കാരണമാണ്. ചോറ് സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കും. ഞാൻ ഇപ്പൊ കുറേശ്ശെ എരിവ് കൊടുക്കും നിർബന്ധിച്ചു. കാരണം എന്ന് വെച്ചാല് അല്ലെങ്കിൽ നമ്മളൊന്നും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ. എരിവ് വലിയ ഇഷ്ടമില്ല. ഇല്ല പാറു, ആൾക്ക് ഉപ്പാണ് ഇഷ്ടം, മധുരത്തെ കഷ്ടം. ദോശ ഉണ്ടാക്കട്ടെ. ദോശ, നല്ല ദോശ, അമ്മ ചുട്ട ദോശ. പാട് കറുകുറു ദോശ. പാടി നല്ല ദോശ, അമ്മ ചുട്ട ദോശ, കറുകുറു ദോശ. കാണണ്ട. ഓ, ആദ്യത്തെ ദോശ ആർക്കാ വേണ്ടേ? പാരുവിന് ആവട്ടെ. അമ്മയ്ക്ക് ചെയ്തിട്ടുള്ള സർജറി നമ്മുടെ തിമിരത്തിന്റെ സർജറി. അപ്പൊ ആൾക്ക് 2 കണ്ണിലും ഉണ്ട്. ആൾക്ക് ഇപ്പൊ കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കണ്ണിൽ ഇന്നലെയാണ് ചെയ്തേട്ടോ. അപ്പോ നമ്മൾ തീരെ വെളിച്ചം കണ്ണിലേക്ക് അധികം അടിക്കാൻ പാടില്ല, TV നോക്കാൻ പാടില്ല, ഫോൺ നോക്കാൻ പാടില്ല, അങ്ങനെ കുറെ. പിന്നെ അധികം തല നക്കാൻ പാടില്ല, കുനിഞ്ഞ് നിവരാൻ പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ റൂമിൽ തന്നെ ഇരിക്കാറ്. പിന്നെ TV ഇവിടെ എപ്പോഴും പാറു വെക്കണം തന്നെ. അപ്പൊ കണ്ണ് തുടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണ് കഴുകാൻ പാടില്ല വെള്ളം ഒഴിച്ച്. അപ്പൊ അവരൊരു വെറ്റ് വൈപ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ തുടച്ചു കൊടുക്കാം കേട്ടോ. അമ്മയ്ക്ക് തന്നെ കണ്ണിങ്ങനെ കുഞ്ഞായിട്ടിരിക്കണതേ. അപ്പൊ അതിന് തുടച്ചു കൊടുത്തു. അതിനുശേഷം അമ്മ ബ്രഷ് ചെയ്ത് വന്നിട്ട് നമുക്ക് മുഖത്തിനത് ചുണ്ടിന്റെ താഴത്തേക്ക് കഴുകാൻ പാടുള്ളൂ, മുകളിലേക്ക് നമ്മൾ തുടയ്ക്കാ വേണ്ടത്. അങ്ങനെ നമ്മൾ പാർക്കുട്ടിക്ക് ക്രിസ്പി ദോശ കൊടുത്തു കേട്ടോ. പിന്നെ അമ്മയ്ക്കുള്ള ഭക്ഷണം. അമ്മ അപ്പൊ അങ്ങോട്ട് വരാറില്ല. ഒന്നാമത്തെ വേറെ ഒന്നല്ല, TV നേരം ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് പോകില്ല. അപ്പൊ അമ്മ പറഞ്ഞു TVയിലേക്ക് എപ്പോഴും നോട്ടം പോകുക. കാരണം ഞാനിവിടെ റൂമിലേക്ക് കഴിച്ചോളാം പറഞ്ഞിട്ട്
അങ്ങനെ അമ്മ ഇപ്പൊ റൂമിൽ തന്നെ ഇരിക്കാറ്. പിന്നെ TV ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ പാറു സമ്മതിക്കണില്ല. പാറുവിന് എപ്പോഴും ഇടയ്ക്ക് TV കണ്ടില്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കണം. അതാണ് മെയിനായിട്ട് ആൾ കാണുന്നില്ല, നമ്മുടെ കൂടെ കളിച്ച് നടക്കും, പക്ഷെ TV അവിടെ ഓടണം. അതാണ്. അപ്പൊ അമ്മ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പാറക്കുട്ടിക്ക് അവിടെ 2 ദോശയൊക്കെ കഴിക്കും, ചിലപ്പോൾ 2 3 ദോശയൊക്കെ കഴിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഈ നെയ്ദോശ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ എന്താ പറയാ പോസ്റ്റ് വർക്കൗട്ട്, നമ്മുടെ ഡ്രിങ്ക്, അതായത് നമ്മുടെ പ്രോട്ടീൻ ഷേക്ക്, അത് ഷേക്ക് അല്ല, ഡേ പ്രോട്ടീൻ, അത് ഞാൻ ദേ എടുക്കാം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മിറ്റൊക്കെ അടിച്ചു വരണം. അപ്പൊ ചില സ്ഥലം മഴ പെയ്യുമ്പോൾ എനിക്ക് മിറ്റടിക്കാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കുടിച്ചിട്ട് വേഗം പോയിട്ട് മിറ്റടിക്കാന്ന് വിചാരിച്ചു. കാരണം ചവർ അവിടെ കിടന്നാലേ ആകെ ചളിപിളിയാവും, മഴ ഒക്കെ വീണിട്ട് വെള്ളമൊക്കെ വീണ് ആകെ, പിന്നെ അടിച്ചാൽ അങ്ങോട്ട് പോരൂല്ല. അപ്പൊ ഞാൻ മഴ എങ്ങാനും പെയ്യുണ്ടോ നോക്കിയിട്ട് വേഗം അത് കുടിച്ചിട്ട് വേണം പോയി മിറ്റടിക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ വേഗം കുടിച്ചു കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ ഫ്ലേവർ എനിക്ക് അത്ര വലിയ പിടുത്തായിട്ടില്ല, ഒരു ഫ്രൂട്ടി ഫ്ലേവർ ആട്ടോ. അതുകൊണ്ട് തന്നെ ഇനി വേറെ ഫ്ലേവർ മേടിക്കണം, അത് കഴിയാറായിണ്ട് ഏകദേശം. അപ്പൊ ഞാൻ എപ്പം മിറ്റടിക്കുകയാണെങ്കിൽ അപ്പ വരും നമ്മുടെ ടിപ്പു അല്ലെങ്കിൽ പാറിപ്പോ ഫുഡ് കഴിക്കണ ടിപ്പുമാണ്. അടിക്കണേന്റെ നടുവിൽ നിൽക്കും, അതായത് ചവർ അടിച്ചു പറഞ്ഞ ഉള്ളിൽ നിൽക്കും. എന്നിട്ട് ഞാൻ ചില നേരത്തെ ചൂടുണ്ട് ഇപ്പൊ കിട്ടാനെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും അടിക്കാറില്ല കേട്ടാ, ഓടോ കുഴിക്കും. അങ്ങനെ എല്ലാവർക്കും ഉള്ള വെള്ളം, എസ്പെഷ്യലി ഞാൻ ഈ കുപ്പിയിൽ എനിക്കുള്ള വെള്ളം കൂടി നിറച്ചു കിട്ടും. ഇനി നമ്മുടെ പാറക്കുട്ടീനെ കുളിപ്പിക്കണം. പിന്നത്തെ പരിപാടി, പാറക്കുട്ടിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിട്ട് പാറക്കുട്ടിയുടെ ഫോട്ടോ എടുത്ത്, അതുപോലെ തന്നെ എന്താ പറയാ അവളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയാണ്, ആധാറിനൊക്കെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്ന് പോയിട്ട് അഡ്മിഷൻ എടുത്ത് അവിടെ ബാക്കി പ്രൊസീജിയറൊക്കെ തീർക്കണം, പാറക്കുട്ടീനെ ചേർത്തണം. അപ്പൊ ഇന്ന് അതിന് വേണ്ടി പോകണം. അപ്പൊ ഞാൻ പാറക്കുട്ടീനെ കുളിപ്പിച്ചു, അതുപോലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ, സ്മൂത്തിയും എഗ്ഗുമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ നേരെ ഒന്ന് അടിച്ചു വാരിയിട്ട് ആവാന്ന് ഓർത്തു. കാരണം വെച്ചാല് ഞാൻ എന്റെ ശരിക്കും അമ്മൂടെ ഇത് ചെയ്യാറ്, എല്ലാവർക്കും വെള്ളം വെക്കും, ഇവിടേക്ക് അടിച്ചു വാരി. പിന്നെ അമ്മ ഇല്ലാത്ത കാരണം ഞാൻ അത് ചെയ്തിട്ട് പോവാം. പിന്നെ പാർക്കുട്ടി ഓരോന്നൊക്കെ വലിച്ചു വാരിട്ടിട്ടേ നമ്മൾ നടക്കണതിന്റെ ഇടയിലൊക്കെ ഓരോന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ആകെ ദോശയൊക്കെ പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചാണ് കേട്ടോ, ഒരു 11:30 ആവുമ്പോ. ഹലോ, അപ്പൊ ഞാൻ ഇന്ന് പാറുവിനെ സ്കൂളിൽ ഓൾറെഡി ചേർത്തി, പക്ഷെ കുറച്ച് യൂണിഫോമും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അപ്പൊ ഇന്ന് പോണം. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാട്ടോ. അപ്പൊ ഞാനിന്ന് നമ്മുടെ ഒരു പാക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് മുട്ട വേണം. മുട്ട നിർബന്ധമില്ല, ഞാൻ മിക്കതും മുട്ട ഇടാറുണ്ട്. അപ്പൊ ഞാൻ മുട്ട എടുത്ത് ഫ്രിഡ്ജിൽ എടുത്താണ് തണുപ്പ് വിടാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണം എന്താ വെച്ചാല്, നമ്മുടെ പറമ്പീന്ന് കിട്ടുന്ന 2 ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കണം. എന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്യാട്ടോ. അപ്പൊ ഈ ചൂടിനും അതുപോലെ തന്നെ മുടി വളരാനും കൊഴിച്ചിലുണ്ടെങ്കിൽ മാറാനും ഒക്കെ നല്ലതാട്ടോ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. അത്യാവശ്യം പണികളൊക്കെ ഒതുങ്ങി. ഇനി ഉണക്കമീനില്ലേ, ഉണക്കല് എന്നൊക്കെ പറയും, ആ സംഭവം ഉണക്കമീൻ ഇറക്കണം. എന്താ വെച്ചാല് സാമ്പാറായതുകൊണ്ട് ചേർന്ന് വലിയ പിടുത്തില്ലാത്തത്. അപ്പൊ ഒരു ഉപ്പ് ടേസ്റ്റിന് ഉണക്കമീൻ. അപ്പൊ അതിപ്പോ ഇനി പറഞ്ഞ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വന്നിട്ടായാലും മതി. അപ്പൊ നമുക്ക് പാക്ക് റെഡി വേണ്ട കേട്ടോ. കറ്റാർവാഴയും കീഴാർനെല്ലിയും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഒരു പിടുത്തം. പിന്നെ കറ്റാർവാഴ കുറച്ച് നേരം മുറിച്ചിട്ട്, അപ്പം അതിൻ്റെ അടിയിലൊരു മങ്ങിയ കറയുണ്ട്, അതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ പഴുപ്പ് എടുക്കാം. ഭയങ്കര വെയിൽ, അധികം നേരം നിൽക്കാൻ പറ്റില്ല വെയിൽ. നമുക്കിത് അരച്ചിട്ടാണെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും കല്ലുമ്മ അരച്ചിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നന്നായി കിട്ടാറുണ്ട്, അതിൻ്റെ ചാറ് കിട്ടാറുണ്ട്, നീര്. ഓക്കെ, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് വരയ്ക്കാനാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ട് പോയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് രണ്ടും കൂടി കല്ലിലിട്ട് നന്നായി ഉരച്ചിട്ട് ആ വരുന്ന എക്സ്ട്രാക്റ്റിൽ നീട്ടി നമുക്ക് ഇതെടുക്കാം. അതുമാതിരി കുറേശ്ശെ നമുക്ക് വെള്ളം ചേർക്കാട്ടോ, വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു നീര് മാതിരി കിട്ടാനേ. ഇപ്പൊ നോക്കിയാ ഉണ്ടോ, അപ്പൊ നമ്മള് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് ഇട്ടിട്ട് മതി. ഇങ്ങനെ ആകുമ്പോഴേ ബാത്റൂമിൽ ഇങ്ങനെ നിറയെ ഇലയുടെ അംശങ്ങളൊന്നും കിടക്കില്ല കഴുകുമ്പോൾ. ഇതൊരു അസ്ഥിക്കൂട മാതിരിയായില്ലേ. ഇനി ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ അരച്ചെടുക്കാം, അത്രയും മതി.
നമുക്കിനി ഇത് അരിവായിട്ടിലേക്ക് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ മുട്ടയിലേക്ക് ഈ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം തലയിൽ. പിന്നെ നമുക്ക് എണ്ണയുടെ കൂടെ മിക്സ് ചെയ്ത് തേക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഷാമ്പൂവിന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ മുട്ടയുടെ കൂടെ പാക്ക് മാതിരി ചെയ്യണേ. ഭയങ്കര നല്ലതാട്ടത്. മുടി നന്നായി വളരും. ഒപ്പം തന്നെ നല്ല എന്താ പറയാ, കുഴച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാർക്കടെ മിക്സ് ചെയ്തു നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. തുണികളൊക്കെ അലക്കി ഇടാണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നേരം കൊണ്ട് ഇതങ്ങനെ പിടിച്ചോളും. നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ നമ്മള് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് 1 മണിക്കൂർ ഇടവിട്ടിട്ട് മരുന്ന് കണ്ണിൽ ഒഴിക്കണം. അപ്പൊ ഇപ്പൊ 9:30 ഒഴിച്ചു കഴിഞ്ഞത് 10:30 ആവാറായി. അപ്പൊ ഒഴിക്കണം, എന്നിട്ട് കുളിക്കണം. അതിന്റെ ഇടയിൽ അലക്കാനുണ്ട് തുണികൾ, അപ്പൊ അത് മെഷീനിലിടണം. ഇത്ര ഉള്ളു കേട്ടോ. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. തലയിലേക്ക് കുളിക്കുക. അങ്ങനെ തലയിൽ പാക്കൊക്കെ ഇട്ട് പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ സമയത്തിന് കണ്ണിൽ 1 മണിക്കൂർ അരമണിക്കൂർ കൂടുമ്പൊക്കെ മരുന്ന് ഒഴിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇങ്ങനെ സമയം നോക്കി ചിലപ്പോൾ ഫോൺ അലറാൻ വെക്കും. പിന്നെ ഞാൻ ഓർമ്മയുണ്ട് ഇപ്പോൾ അത് കാരണം സ്ഥിരം എപ്പോഴും ചെയ്യണത് തന്നെ. അതിങ്ങനെ നോക്കി വന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. കാരണം അത് നിർബന്ധമായിട്ട് ഒഴിക്കണം തെറ്റാണ്ട്. പിന്നെ ഞാൻ 4 നമ്മുടെ ഉണക്കമീൻ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഉണക്കമീൻ വറുത്തപ്പോൾ ജസ്റ്റ് ഒഴിച്ചപ്പോൾ കുറച്ചണ്ട പോയി. പിന്നെ ഞാൻ അതേ കുളിച്ച് വന്നിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യും നമ്മൾ പോവാട്ടോ പാർക്കുട്ടീനെ. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ നിലാസെറപ്സിന്റെ ടോണർ അടിച്ചിട്ടുണ്ട്. പിന്നെ വിറ്റമിൻ സി സിറമാണ്. ഇത് നല്ല എഫക്റ്റീവ് ആണ്. നിങ്ങൾ നല്ലൊരു വിറ്റമിൻ സി സിറം ഹെർബൽ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഹെർബൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ മേക്ക് ചെയ്യണതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അത്രയും നല്ലതാണ്. നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനൊക്കെ, നമ്മുടെ സ്കിന്നിന്റെ ഡാമേജസ് ഒക്കെ മാറ്റാനും സ്കിന്ന് നല്ല ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ സ്കിന്നിന്റെ എന്താ പറയാ ഒരു ഗ്ലോ എൻഹാൻസ് ചെയ്യാനൊക്കെ നല്ലതാട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ നമ്മുടെ വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും തീർക്കും. പിന്നെ അങ്ങനെ അധികം കുടിക്കില്ല കേട്ടോ രാത്രിക്ക്. കാരണം നമുക്ക് എപ്പോഴും ഉറക്കം നഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണ പോലെ നമുക്ക് തോന്നും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡീപ്പ് സ്ലീപ്പ് പോകണം. പിന്നെ നമ്മൾ ഒന്ന് സെറ്റ് ആയപ്പോൾ നിലാസെറപ്സിന്റെ നമ്മുടെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ലോഷനാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്രീം. അത് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി പ്ലംബി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കും. പിന്നെ നല്ല ഗ്ലോയിങ് ആക്കാനൊക്കെ. ഒപ്പം തന്നെ നമ്മൾ അതിൽ ഇൻഗ്രീഡിയൻസുകൾ നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക വിറ്റമിനിയും അലോവേര ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഗുണങ്ങളും കിട്ടും. അതിന്റെ ഇടയിൽ പാറു വന്നിട്ട് അവൾക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ അതിങ്ങനെ തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നതാട്ടോ. പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് നെക്കിലും എല്ലാവരുടെയും ഇടണം കേട്ടോ. നെക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നെക്കിലാണ് നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോൾ പെട്ടെന്ന് ചുളിവ് വേഗം വരുന്നത്, ഇങ്ങനെ തൂങ്ങാനൊക്കെ ഉള്ള സാധ്യത അവിടെയാണ്. പിന്നെ നിലാസെറപ്സിന്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ. ഇത് SPF50 ആണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതെങ്ങനെ നേരം ഇങ്ങനെ മിക്ക വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്. അത് ഫുള്ള് കഴിഞ്ഞിട്ട് അടുത്തെടുക്കാന്ന് വെച്ചിട്ടേ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മളത് അത്രയും യൂസ് ചെയ്തിട്ട് വേണമെന്നാണ്. അങ്ങനെ ഒരു ഇതുള്ള ആളാണ് ഞാൻ കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പൊ ഈ പ്രൊഡക്ട്സ് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്നോ അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ പറയാം. അപ്പൊ ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുക, അതിലേക്ക് ഉപകാരമുള്ള ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് അങ്ങനെ ചോദിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. അതിനൊന്നും വിഷയമില്ല. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളല്ലാണ്ട് പിന്നെ ആരെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അമ്മയുടെ കണ്ണാട ഞാൻ കാണിച്ചു തരാം. അമ്മയ്ക്ക് പണ്ടത്തെ പോലെ മറ്റേ ബ്ലാക്ക് കണ്ണാടി നല്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനത്തെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ണാടി കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ കണ്ണില് നമ്മുടെ ബ്രൗൺ കാജല് കുറച്ച് മാത്രം ആ കണ്ണിന്റെ കോർണറിൽ മാത്രം ജസ്റ്റ് അവിടെ നിന്ന് എഴുതി പകുതി കുറച്ച് മാത്രം അപ്പൊ കണ്ണ് ഒന്ന് വലുതായി തോന്നിക്കും, അത്രേ ഉള്ളൂ. അതൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് കോംബോ ആണ് ഇപ്പോ. അതെനിക്ക് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഭയങ്കര രസമുള്ളതാണ്. എനിക്കാണെങ്കിൽ ഈ മാറ്റിനോട് അത്ര ഇഷ്ടമില്ല. എനിക്ക് എപ്പോഴും ഒരു ക്രീമി ലിപ്സ് എപ്പോഴും ഒരു ഇങ്ങനെ എന്താ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണം, അതാണ് എൻ്റെ ഒരു ഇഷ്ടം. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ മാറ്റൊക്കെ. എന്താന്ന് വെച്ചാല് നമുക്ക് കുറേയും കൂടി ഒരു ഫംഗ്ഷൻ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാറ്റ് ആയിരിക്കും കുറച്ചും കൂടി നന്നാവും. അതങ്ങനെ കുറച്ച് ചുരുക്കമാണ് മാറ്റ് യൂസ് ചെയ്യാറ്. ഇത് ഒരു ക്രീമി ഹൈഡ്രേറ്റിംഗ് ലിപ്സ്റ്റിക് കോംബോ കേട്ടോ. അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുറിയും കൂടി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാം. പ്രത്യേകിച്ച് ഈ അടുത്ത് തന്നെയാ കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞ പാറുവിന്റെ സ്കൂളാണ്. നമ്മുടെ വണ്ടി ഇവിടെ വീട്ടിലേക്ക് വരും. പാറുവിന് വിടാൻ അത് നല്ല സുഖമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിന് സമാധാനമായി. അവൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കൂൾ കിട്ടിയപ്പോ. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാന് 2020 അങ്ങോട്ട് മേടിച്ചതാ. മീഷോ എന്നാണോ ആമസോൺ എന്നാണോ ഇപ്പോഴും. എനിക്കിപ്പോ ഇത് സ്യൂട്ടായിട്ട് സെറ്റ് ആയി ഭയങ്കര ഫിറ്റ് ആയിരുന്നു. സ്മോള്
എക്സ്ട്രാ സ്മോൾ എന്ന് പറയാം, അത്രയ്ക്കായിരുന്നു. ഇപ്പൊ എനിക്ക് ശരിക്കും നല്ല പാകമായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ. അങ്ങനെ ദേ പാർക്കുട്ടി ഹെൽമെറ്റ് വെച്ച്, അച്ഛൻ ഹെൽമെറ്റ് വെച്ച്, അമ്മ ഹെൽമെറ്റ് വെച്ച്, ഞങ്ങൾ ഇതേ ബൈക്കിലാട്ടോ പോകുന്നത്. ഇവിടെ അടുത്തായതുകൊണ്ടേ ബൈക്കിലാണ് പോയത്. അപ്പൊ ഞങ്ങളുടെ പാറുവിന്റെ പൂച്ച ബാഗ് കേട്ടത് നല്ല രസമില്ലേ, നമ്മുടെ ഫേഷിംഗ് ആയിട്ട് പോലത്തെ പൂച്ച ബാഗ്. ഇത് ഞങ്ങള് ബാംഗ്ലൂർ പോയപ്പോ പാറുവിന് വാങ്ങിച്ചു കൊടുത്തതാ. വാലൊക്കെ ഇന്നിട്ടത് ഇത് ഞാനിട്ടിട്ടാ വന്നപ്പോ എന്നത് പൂച്ച കൊടുക്കണ മാതിരിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പാറു വലുതായിട്ട് വേണം ഒരു പൂച്ചേനെ മേടിക്കാൻ. ഇതിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് കേട്ടോ, സൗണ്ട് വെക്കണത് കണ്ടാ. പിന്നെ ഇവിടെ നോക്കി ഇവിടെ കിട്ടുമെന്ന് അറിയില്ല, കിട്ടായിരിക്കും. ഞങ്ങള് ബാംഗ്ലൂര് ബാഗ് കട കണ്ടപ്പോ ഇവർക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് ഓർത്തിട്ട് അങ്ങനെ വാങ്ങിച്ചത്. പാറുവിനെ ഇഷ്ടപ്പെട്ടില്ലേ? പാറുവിനെ തൂക്കിയിട്ടിട്ട് നിക്കാൻ വയ്യ. എന്താ പാറുവിനെ തൂക്കിയിട്ടിട്ടേ നിക്കാൻ വയ്യ നയിക്കുന്നു. അപ്പൊ ഞാൻ തോളിട്ടു. നമുക്കിവിടെ തോളിടാം അല്ലേ? മുടി ഉണങ്ങിട്ടാ. എന്റെ മുടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് എഗ്ഗിന്റെ ഒക്കെ പാക്കിട്ട് കഴിഞ്ഞാലേ അല്ല അമ്മ ഉടുപ്പ് മാറിയിട്ടല്ല പോയത്, കുട്ടി ഉടുപ്പ് മാറിയില്ലല്ലോ വെയിറ്റ്. അപ്പൊ എന്റെ മുടിക്കൊരു പ്രത്യേകതയുണ്ട്. എഗ്ഗിന്റെ ഒക്കെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വോളിയം അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത മാതിരി കിടക്കും കണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ എഗ്ഗിന്റെ പാക്ക്. പിന്നെ നല്ല ഷൈനി ഒക്കെ ആയിട്ട് നല്ല വോളിയമായിട്ട് കിടക്കും. ഇപ്പൊ കണ്ടോ കിടക്കണേ ആ ഒരു സ്റ്റൈല് കണ്ട. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മുടി ജസ്റ്റ് നമ്മള് കുളിച്ചിട്ട് തട്ടിയിട്ടല്ല ക്യാമറ, കുളിച്ചിട്ട് നമ്മള് അങ്ങനെ പോയത്. ഉണങ്ങി മുടിയില്ലായിരുന്നു, പക്ഷെ വരുമ്പോഴേക്കും ഉണങ്ങി നല്ല വോളിയമായി. പിന്നെ ആ സ്റ്റൈല് കണ്ടല്ലോ. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ നല്ലതാണ്, എല്ലാവർക്കും നല്ലതാ. എസ്പെഷ്യലി ഇങ്ങനെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും കറക്റ്റ് പാക്കാട്ടോ. ഞാൻ മുടി കോതിയിട്ടില്ല. ഞാൻ എന്താ പറയാ ഹെൽമെറ്റും വെച്ച് ഇതിൽ പോയിട്ടേ മുടി കെട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കെട്ട് തീർത്തിട്ട് ഞാൻ ബാക്കിൽ കാണിച്ചു തരാം. നല്ല ഷൈനി ആയിട്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാട്ടോ. പക്ഷെ ഈ കീഴാർനെല്ലി ഉണ്ടല്ലോ ഭയങ്കര നല്ലതാ. കീഴാർനെല്ലിയുടെ പാക്ക് അതുപോലെ ഹെയർ സിറം ഒക്കെ മുടി നല്ല രീതിക്ക് തന്നെ ഡാമേജസ് മുടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാറും മുടി. അതായത് ഹെയർ ലോസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള മറ്റുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരുന്നതല്ല കേട്ടോ. നോർമലി വരുന്നതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും. മുടി നന്നായി വളരാൻ സഹായിക്കും. അങ്ങനെ ഇതാണ് കേട്ടോ മുടി. എനിക്ക് എഗ്ഗിന്റെ പാക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ ഞങ്ങളിത് ഫുഡ് അടിക്കാട്ടോ ഉച്ചക്കലത്തെ. ഇനി വീണ്ടും പോകണം 3 മണിയാകുമ്പോൾ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക്. അതായത് ഇന്നലെ സർജറി കഴിഞ്ഞിട്ട് അവര് അതിന്റെ ഒരു ബാക്കി പ്രൊസീജിയർ മാതിരി അവർക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആണോന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. 3 മണിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പോകണം. അപ്പൊ ഞാൻ എനിക്കിപ്പോ ഇന്ന് ഫൈബർ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആ ഒരു മേഖലയിൽ ഞാൻ എന്താ പറയുക ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ പേരയ്ക്ക, പിന്നെ കുറച്ച് സാമ്പാർ എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പേരി ഉണ്ട്, പിന്നെ 2 മുട്ടയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ എഡിറ്റിംഗ് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ സമയമായി അപ്പോഴേക്കും. അപ്പൊ ചേട്ടൻ പുറത്തു പോയിണ്ടായിരുന്നു. അപ്പൊ ആള് വരുമ്പോഴേക്കും ഞങ്ങളിതേ റെഡിയായി നിന്നു. അപ്പൊ അമ്മ ദേ അവിടെ റെഡി ആവുന്നുണ്ട്, ഞാനും ദേ റെഡിയായി. അപ്പൊ നമുക്ക് ഇനി നേരെ ഹോസ്പിറ്റലിൽ പോവാട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി ഞാൻ അവിടെ എന്താ പറയണെന്ന് അറിയില്ല. അമ്മ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ അമ്മയ്ക്ക് പേടിയാവും. അമ്മ പകുതി കാര്യങ്ങൾ മറക്കും. ഞങ്ങളാണ് പിന്നെ ബാക്കി പറയാ. അമ്മയ്ക്ക് ഭയങ്കര പേടിയാവും ഹോസ്പിറ്റലിൽ പോകാനും ഡോക്ടറെ കാണാൻ. ഭയങ്കര വിറയും BP ഒക്കെ വരും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ദോശ ഉണ്ടാക്കാട്ടോ. എന്നറിയോ പാറുന് വൈകുന്നേരം ദോശ മതി എന്ന് പറഞ്ഞു. അതെ കണ്ടോ കൂടെ ദോശ ഉണ്ടാക്കാണ്. അപ്പോ പിന്നെന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ പാറുന് ദോശക്ക് ഇങ്ങനെ സാമ്പാറൊന്നും വേണമെന്നില്ല കേട്ടോ. ഒന്നും ഇല്ലെങ്കിലാണ് നെയ്യൊന്നും ഇല്ലെങ്കിലാണ് സാമ്പാർ വേണമെന്ന് പറയാം. ഇതിപ്പോ നെയ്യ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ തന്നെ കഴിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി അമ്മേനെ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശനിയാഴ്ച വരെ ഫുള്ള് ബെഡ് റെസ്റ്റ്. അതായത് അങ്ങനെ തല ഇവിടെ നിന്ന് ഇങ്ങനെ തീരാനങ്ങാണ്ട് ഇരിക്കണം. പിന്നെ മറ്റേ എന്താ പറയാ കണ്ടൊന്നും നനയ്ക്കരുത്, തല കുളിക്കരുത്, അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. TV കാണാൻ പാടില്ല, ഫോൺ നോക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ ആള് റൂമിൽ നിന്ന് എണീക്കാറില്ല. ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ നോർമൽ നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് ആവാം. കുളിക്കാം, നടക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ആൾക്ക് അപ്പുറത്തെ കണ്ണിലും കൂടി ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഞാൻ നെയ്യ് ഒഴിക്കട്ടെ. അപ്പോ ആൾക്ക് അപ്പുറത്തെ കണ്ണിലുണ്ട് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പുറത്തെ കണ്ണിലും കൂടി ചെയ്യണം. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയും ഇതേപോലെ തന്നെ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കണം. സോ
സ്റ്റേയും ഈ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ വീണ്ടും വേണം. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മള് സമയം ഒരു 7:30 ആയിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മുട്ട എടുത്ത് ജസ്റ്റ് ചിക്കി കഴിച്ചു. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ചില സമയത്ത് നമ്മൾ ഓരോ തിരക്കിൽ വിട്ടിട്ടേ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തില്ലെന്ന് ആലോചിക്കാം. അപ്പൊ ഞാൻ എഗ്ഗാണ് കഴിച്ചേട്ടോ. പിന്നെ ചിക്കൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ചിക്കൻ സാലഡ് കഴിക്കാൻ തോന്നുന്നില്ല. ഒരു എഗ്ഗ് ചിക്കി കഴിച്ചു. അതങ്ങനെ സ്ക്രാമ്പിൾഡ് ഒക്കെ എന്നൊക്കെ പറയില്ലേ, കൊത്തിപ്പിടി, അത് കഴിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. പാർക്കുട്ടിട്ട് ദോശ വളരെ വലിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ അതങ്ങനെ കൊടുക്കണം. അത് കഴിഞ്ഞാൽ പാർക്കുട്ടി ഒരു 8:30-9 മണിക്ക് മുന്നേ തന്നെ സൈഡാവും. കാരണം എന്താ വെച്ചാൽ ആള് പകൽ ഉറങ്ങാത്തതുകൊണ്ട്. പകൽ ഉറങ്ങുകയാണെങ്കിൽ ഒരു 10-10:30, മാക്സിമം 10:30, അതിന് മുന്നില്ല, അതിന് മുന്നേ ഉറങ്ങും. അപ്പൊ ഞാൻ ദോശ കൊടുക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.